സംഭവിക്കില്ല. മോളൊന്ന് കരയാതിരിക്കേ. അതെ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ? എന്താ മോളെ, എന്തിനാ കരയുന്നത്? അച്ഛന് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. ഞാനൊന്ന് എന്റെ അച്ഛനെ പോയി കണ്ടോട്ടെ. മോള് പോയിട്ട് വാ, ഞാനും കൂടെ വരണോ? വേണ്ട രാധമ്മ, ഞാൻ പോയിട്ട് വരാം. വേഗം ചെല്ലേ. എന്റെ ഈശ്വരാ, എന്താ എന്താ നിനക്കിവിടെ കാര്യം? ഞാൻ അച്ഛനെ കാണാൻ. അച്ഛനോ? ഏതച്ഛൻ? ആരുടെ അച്ഛൻ? ആ ബന്ധമൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് തന്നിഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ നീ? ദീപക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഋതികെ, ഇപ്പൊ പ്രതാപന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ ദീപക. പ്രതാപനെ ആര് കാണണം കാണണ്ട എന്നൊക്കെ ദീപക് പറയുന്നത് പോലെ നടക്കൂ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ അവൻ ചിലപ്പോ സമ്മതിച്ചേനെ, അല്ലേ മോനെ? പിന്നല്ലാതെ ഇവള് ഒറ്റൊരുത്തി കാരണം അമ്മാവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഇവള് ചെയ്തതൊക്കെ ആലോചിച്ച് വിഷമിച്ച അമ്മാവൻ നെഞ്ചു കലങ്ങി താഴെ വീണത്. അതുകൊണ്ട് ഇവളകത്തേക്ക് ഇവിടുന്ന പ്രശ്നമില്ല. അമ്മായി പ്ലീസ്, എന്നോട് നിങ്ങൾക്കുള്ള വിരോധം എനിക്കറിയാം. പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്നോട് ദേഷ്യം മനസ്സിൽ വെച്ച് ഇങ്ങനെ പെരുമാറരുത്. അപേക്ഷയ, എനിക്കെന്റെ അച്ഛനെ ഒരു നോക്ക് കാണണം. അത്രേ ഉള്ളൂ. കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. എന്തിനാടി നീ അവനെ ഒരു നോക്ക് കാണുന്നേ? മരിച്ചോന്ന് ഉറപ്പുവരുത്താനോ? അമ്മായി, മര്യാദയ്ക്ക് പോകുന്നതാ നിനക്ക് നല്ലത്. ഇല്ല, അച്ഛനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അമ്മായി പ്ലീസ് ഓടി. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ ഈ കുട്ടി കരയുന്നേ? സിസ്റ്റർ, അകത്ത് കിടക്കുന്ന പേഷ്യന്റ് എന്റെ അച്ഛനാ. അച്ഛനെ എനിക്ക് ഒരു നോക്ക് കാണണം. ഇവരെന്നെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. അകത്ത് കിടക്കുന്നതേ എന്റെ അനിയനാ. ആ നിലയിലെത്താൻ ഒരേ ഒരു കാരണക്കാരി ഇവളാ. ഇവളെ അകത്തേക്ക് കയറ്റി വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാതെ പെരുമാറിയാൽ എങ്ങനെയാ? അവരച്ഛനും മകളും അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രതാപനോടൊന്ന് ചോദിക്കട്ടെ. അവന് സമ്മതമാണെങ്കിൽ ഇവളെ അകത്തേക്ക് കയറ്റിവിടാം. കയറി ചെന്നോളൂ. പ്രതാപ, പുറത്ത് ഋതിക വന്നിട്ട് നിന്നെ കാണണമെന്ന് ആഗ്രഹം പറയുന്നു. അവളെ അകത്തേക്ക് വിടണോ? നിന്നെ കാണണ്ടെന്നാ പ്രതാപം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ അമ്മേ? അതെ. അപ്പോ കുട്ടി കാണണ്ട കേട്ടോ.
ഇനി ആരെ കാണാൻ നോക്കി നിൽക്കുക? പോയേ. ഇല്ല, എനിക്ക് അച്ഛനെ കണ്ടേ പറ്റൂ. അവിടെ നിൽക്കടി. വാ, നടക്ക് നടക്ക്. വിട് അമ്മായി, വിട്. എനിക്ക് എന്റെ അച്ഛനെ കണ്ടേ പറ്റൂ. എന്ത് യോഗ്യതയടി നിനക്ക് എന്റെ അനിയനെ കാണാൻ? അച്ഛനെന്ന സ്നേഹവും അഭിനയിച്ച് ദേ നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ട ശരിയാക്കും ഞാൻ. ആണയില്ലാത്തവൾ. ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. ഡീ, ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി തെരുവിലേക്ക് ഇറങ്ങി പോയവളല്ലേ നീ? തെരുവിലേക്ക് തന്നെ തിരിച്ചു പൊക്കണം. ദേ, എന്റെ അനിയന്റെ നിഴൽ വെട്ടത്തെങ്ങാനും നിന്നെ കണ്ട നാശം പിടിച്ചവള്. ഡീ, നിന്റെ തലവട്ടം കണ്ടാ തന്നെ അവന്റെ ജീവൻ ചിലപ്പോ മുകളിലോട്ട് പോവും. പൊക്കോ. മാഡം, രാജു, അച്ഛൻ. വർമ്മ സാറിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചായിരുന്നു. ഒരു മൈൽഡ് അറ്റാക്ക് ആയിരുന്നു സാറിന്. ഇപ്പൊ സാറിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഡം സാറിനെ കാണാൻ പോയിരുന്നോ? പോയിരുന്നു. പക്ഷേ മാഡം പ്ലീസ് കരയാതെ മാഡം. അമ്മായി എന്നെ അച്ഛനെ കാണാൻ സമ്മതിച്ചില്ല. നേഴ്സ് പറഞ്ഞതാ വിസിറ്റേഴ്സ് അലൗഡ് ആണെന്ന്. അപ്പോ അമ്മായി കയറിപ്പോയി അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മായി ഇറങ്ങി വന്ന് അച്ഛൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അച്ഛനെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് കയറി കാണാൻ നോക്കി. പക്ഷെ അമ്മായി സമ്മതിച്ചില്ല. ഇങ്ങനൊരവസ്ഥയിൽ കിടന്നിട്ടും അച്ഛൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് എന്തുമാത്രം വെറുപ്പുണ്ടായിട്ടുണ്ടാവും. ഇനി എനിക്കെന്റെ അച്ഛനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല രാജു. മാഡം, ഇങ്ങനെ ഡൗൺ ആയി പോവല്ലേ. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാലാ ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കുക. നെഗറ്റീവായിട്ട് ചിന്തിച്ചാ നെഗറ്റീവായിട്ട് നടക്കൂ. രാജുവിനറിയും, ഞാൻ എന്ത് കാര്യം പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും അത് നെഗറ്റീവായിട്ട് മാത്രമേ നടക്കൂ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ചെറിയച്ഛൻ എന്നോട് പറഞ്ഞു, ടോപ്പ് മാർക്ക് മേടിച്ച ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരാന്ന്. ഞാൻ ആത്മാർത്ഥതയോടെ പഠിച്ചു, ടോപ്പ് മാർക്ക് വാങ്ങിച്ചു. അപ്പോ ചെറിയച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടതെന്ന്. ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, അച്ഛന്റെ കൂടെ ഒരു ദിവസം വേറൊരു തിരക്കും അച്ഛനില്ലാതെ എന്നോടൊപ്പം മാത്രമുള്ള ഒരു ദിവസം, ഒരു 1 ഡേ ട്രിപ്പ്. ചെറിയച്ഛനെന്ന് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒടുവിൽ അച്ഛൻ സമ്മതിച്ചു. രാജനറിയാമോ ഞാൻ എന്തുമാത്രം അന്ന് സന്തോഷിച്ചെന്ന്? കൂട്ടുകാരോടും അറിയാവുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞു അച്ഛനും ഞാനും കൂടി ടൂർ പോവാന്ന്. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ടൂർ പോകുന്നതിന്റെ തലേ ദിവസം അച്ഛൻ പാർട്ടി മീറ്റിംഗിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയി. ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഫുള്ള് നടക്കുന്നത്. ഒരുപാട് പോസിറ്റീവായി ചിന്തിക്കും, പ്രവർത്തിക്കും. പക്ഷെ അതിന്റെ റിസൾട്ട് ഒക്കെ നെഗറ്റീവ് ആയിരിക്കും. മാഡം, എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അത് വിട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാഡത്തിന് വർമ്മ സാറിനെ കാണണോ? വേണം. മാഡം പെട്ടെന്ന് റെഡിയാവുക,
നമുക്കിപ്പോ തന്നെ പോവാം. ശരി. ഇറങ്ങാം മാഡം. മാഡം ഇതുവഴി പോ. വാ. പതുക്കെ. മാഡം ഞാനിവിടെ തന്നെ ഉണ്ടാവും. മാഡം ധൈര്യമായിട്ടില്ല. ദീപക്, മോളെ ദീപകെ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? അതല്ല, കിച്ചണിലേക്ക് വരുന്ന കണ്ട് ചോദിച്ചതാ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി. വെള്ളം ഞാൻ എടുത്തരാ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ദീപകിനെ അമ്പേച്ചി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എവിടെ? മുറിയിലുണ്ടാവും. ഓ, എന്നാ ശരി, ഞാൻ അമ്മയെ പോയി കണ്ടിട്ട് വരാം. ശരി. മോളെ, നീ എന്തിനാ ഈ സമയത്ത് വന്നത്? ഞാൻ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. കുറച്ചു മുൻപ് രാജുവ പറഞ്ഞത് അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലുണ്ടെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും കാണാന്ന് കരുതി വന്നതാ ചെറിയമ്മേ. അച്ഛൻ റൂമിലുണ്ട്, പോയി കാണാം. സൂക്ഷിച്ചു പോണേ. ഈശ്വര. അച്ഛന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഞാൻ എന്റെ ജീവിതം മാത്രം സേഫാക്കാൻ നോക്കി. ദീപക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, രാജുവിന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് കൂടിയാ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഞാൻ ചെയ്തത് അത്രയ്ക്കും വലിയ തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനോട് മാപ്പ് ചോദിക്കാൻ പോലും ഞാൻ അർഹയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും അച്ഛനൊരു നല്ല മകളായിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അച്ഛന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നും നമ്മൾ രണ്ടാളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയായിരുന്നു. ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്ത ജീവിതങ്ങൾ. ഇപ്പോൾ സംഭവിച്ചത് മറ്റൊന്നല്ല. രണ്ടുപേർക്കും രണ്ട് തീരുമാനങ്ങൾ. ആഗ്രഹിച്ച കാര്യം നേടിയെടുത്ത് ഞാൻ ജയിച്ചെങ്കിലും അച്ഛൻ തോറ്റപ്പോ ശരിക്കും തോറ്റുപോയത് ഞാൻ തന്നെ. എല്ലാം എന്റെ വിധിയാണെന്ന് പറഞ്ഞ് വിധിയെ പഴിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഈ സംഭവിച്ചതെല്ലാം ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലമാണ്. ഈ 2 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത്. എല്ലാത്തിനും
ഞാൻ മാത്രമാണ് ഉത്തരവാദി. ഇനി ഒരിക്കലും ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല. എനിക്കെന്റെ അച്ഛനെ തിരിച്ചു വേണം. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ലാളിക്കുന്ന എന്റെ അച്ഛന്. അച്ഛന്റെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനും ഓരോ പ്രതീക്ഷകളും അർത്ഥവത്താക്കാനും എനിക്കെന്റെ അച്ഛനെ വേണം. ഇതുവരെ അച്ഛനോട് ചെയ്തതിനൊക്കെ മാപ്പ്, 1000 മാപ്പ്. എന്നോട് ക്ഷമിക്കച്ച. ഹലോ, അംബിക മാഡം, ഞാനാ രമ്യ. ആ പറ രമ്യ, എന്താ ഈ രാത്രി വിളിച്ചേ? ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്താ അത്? ഋതിക അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ കേറി പോവരുതെന്നല്ലേ വർമ്മ സാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അവളെ കൈയോടെ പൊക്കിയ വർമ്മ സാറിന് ഋതികയോടുള്ള ദേഷ്യം കൂടില്ലേ? മാഡം വേണ്ടത് എന്താന്ന് വെച്ച് ചെയ്യും. ഓക്കെ. അമ്മേ, എന്താടാ? ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോ ആ രാജു, ദേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോ അവള് മാത്രമല്ല, അവനും ഇവിടെ വന്നിട്ടുണ്ട്. ഏതവള്? ഋതികയോ? അതെ. ഇപ്പോ രമ്യ എന്നെ വിളിച്ചിരുന്നു. ഋതിക ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവള് പറഞ്ഞു. അപ്പൊ പിന്നെ അവളിവിടെ? പ്രതാപന്റെ മുറി കാണും. ഇന്നവള് ഹോസ്പിറ്റലിൽ വന്നിട്ടെ പ്രതാപനെ കാണാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ. അതിന് പകരമായിട്ട് പ്രതാപനെ കണ്ടേ അടങ്ങൂ എന്ന വാശിയില അവള് വന്നിരിക്കുന്നത്. അവളെ വെറുതെ വിടാൻ പാടില്ല. നീ വന്നേ. അവളെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. അവളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കാണും. അമ്മേ, ഞാൻ ഈ കട്ടിലടിയിലൊക്കെ നോക്കാം. അമ്മ ബാത്റൂമിൽ നോക്കാം. അവള് താഴെ ഉണ്ടെന്ന് തോന്നുന്നു. വാ നോക്കാം. പോ.
നോക്കിയിട്ടും നീ പ്രതാപനെ കണ്ടു അല്ലേ? എന്റെ വാക്ക് ധിക്കരിച്ചതിന്റെ ശിക്ഷ നീ ഉടനെ തന്നെ അനുഭവിക്കും.